ശ്രീ അധ്യാത്മരാമായണം നിത്യപാരായണം ഇന്ന് രാവണവധി എന്നാണ് പാരായണം ആരംഭിക്കേണ്ടത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയിരം പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനശ്ലോകം. ഹരിശ്രീ ഗണപതയേ നമഃ. അഭിജ്ഞമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാകെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഓം തത്സത്. രാവണവധം ഒരിക്കലും കൂടി വായിച്ചുകൊണ്ട് പാരായണം പദമൊന്നുമില്ല. നന്നു പറഞ്ഞതു നീയതൻ കിട്ടിയ ആ വധത്തിന്റെ സ്ഥലം മാത്രം. മുന്നേ മഗസ്തേതബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭു. പൈതാമഹാശ്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. തന്നു പറഞ്ഞതു നീ കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചവസ്ത്രത്തെ നന്നായെടുത്തു തൊഴുത്തിലു രാഘവൻ. സൂര്യാനന്മാരതിനൂതരം തൂവൽ വായുവും മന്ദമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോരു സായകം വിശ്വാസഭക്തിയാചരിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും വേദിച്ചു വാരുതിയിൽ പൊക്കും. ചോര കഴുകി മുഴുകിയുരവോടു മാരുത വേഗേന രാഘവൻ തന്നെ കുളിയിൽ വന്നിങ്ങു വീണു തിടിയോടു. പാടവും എന്തോരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ. പാലിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പക വൃക്ഷ പുതുമലത്തുകിനാൻ. ഉൽപ്പന്നമോദേന വാനവരെ വരും. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അർദ്ധകുലോത്ഭവൻ മൂർധനി മേൽക്കുമേൽ ചക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിരിനാൻ. ഭക്തനും നേരെ ഇടിച്ചാലു നേരം മന്ദമായി വീശി തുടങ്ങി കപലനും. നന്നായി വിളങ്ങി ചതുർദശ ലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോഗീയകം മുക്കു കേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജന്മാരുതി നീലാംഗദാദിയാം മക്കള വീരരും മാത്തു പുകഴ്ത്തിനാർ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വിഗ്രഹിച്ച ജീകത്തു ചെന്നിരുന്നാകുലാൽ. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ. ഒക്ക
ഒക്കെ വിധി ബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിരിനെ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിരിന വീരാമഹാശയനോചിതനായ നീ പാലിലി വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്ന് കൊണ്ടു ദൈവത്തിന് കാപ്പൊഴിക്കാവതും ദേവം കരയും ഭീഷണൻ തന്നോടും ദേവദേവേശരരുൾ ചെയ്തിരാതരാൽ എന്നോട് അഭിമുഖനായി നിന്നുപോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കലയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസ്വർഗങ്ങൾക്ക് നിയോഗം വരാം ദോഷങ്ങളെല്ലാം വൈകാതെ ഇത്തമരുൾ ചെയ്തു നിന്നരുളും നേരം കേടുവന്നിരിനാൾ ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞ ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിന പങ്ക്തിരതാത്മജൻ അപ്പോൾ അരുൾ ചെയ്തു പങ്ക്തി മുഖാനുജൻ തന്നോടു സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജീവിപ്പിച്ചു നീ സത്വരം തത്ര വിഭീഷണൻ ചൊന്നാനിവേനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ യോഗ്യമല്ലേതു മടിയനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടേരുകൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടും മദ്ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പൂരാധീശനു പറ്റിടൂ പാപങ്ങൾ വൈരവും ആമരണാന്തമെന്നാകുന്നിൽ ഏറിയ സദ്ഗതിയുണ്ടാവതിനു നീ ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതീനെ ധൂമകപ്പെട ചന്ദന ഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരുമാരുമായി വസ്ത്രാഭരണ മാല്യങ്ങൾ കൊണ്ടു തഥാ നക്തഞ്ജരാധിപൻ ദേഹമലങ്കരിച്ചാട്ടുവാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ടഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണ ദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു മോഹിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിരിനാർ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം ബുക്കിടും ജന്യാവലോകനം ചെയ്തോടും ലക്ഷ്മണനോടലും ചെയ്തു ദുരാമി രക്ഷോപരനാം വിഭീഷണനാത്മജ ദത്തമായൊരു ലങ്കാരാജ്യം ഉൾമുക്കി ചിത്തമോദാരഭിഷേകം കഴിക്കമീ എന്നതു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവ തോയാതി തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആട്ടൂവിളിച്ച് അഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്രദിവാകരാജിയും രാമകഥയും ഉള്ളന്നു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാൻ അലങ്കാരവും ചെയ്തു ദാന പുരസ്കരം പൂജ്യനായൊരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു പാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവൻ ആസ്തയാരാഘവൻ കാൽക്കൽ വെച്ച അഭിവാദ്യവും ചെയ്തു വിഭീഷണനാഥരാൽ രക്തഞ്ജലീന്ദ്ര പ്രസാദത്തിനായി രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിരിനാൻ ഇപ്പോൾ കൃതകൃത്യനായി നഗമെന്നു ചിൽപുരുഷൻ പ്രസാദിച്ചരുളേതിനാൻ അഗ്രേ വിനീതനായി വന്നിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായരുൾ ചെയ്തു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടോ സഹായത്തേന് രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം ലങ്കേശ്വരനായി ഭീഷണൻ തന്നെയും ശങ്കാവിഹീനാമഭിഷേകവും ചെയ്തു പിന്നെ ഹനുമാനെ വന്നവന്നി പോയി ഭീഷണാനുജ്ഞയ ചെന്നു ലങ്കാപുരം കഴിയുകണം തന്നാങ്കയാനിയായി നക്തഞ്ജരാധിപനിഗ്രഹമാതിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നോട് വന്നു സത്വരം എന്നതു കേട്ടു പവനതനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ചനന്തരം
വന്നു നിശാചര സൽക്കരിച്ചിടിനാൻ നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതേനമിതിനാം ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഭക്തപ്രസാദമാലോക്യ കബീവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിന. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദി അംബാനരന്മാരോടും രക്ഷോപരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവീനാൻ. ഇത്തമ്പവതിയോടൊക്കെ പറകന്ന് ചിത്തം തെളിഞ്ഞരുൾ ചെയ്തത് അറിഞ്ഞാലും സന്തോഷം എത്രമുണ്ടായതും സീതയ്ക്ക് ഇന്ന് ചൊല്ലാവത് ജാനകി ദേവിയും ഗദ്ഗദാവർണ്ണന ചൊല്ലിനാലെന്തു ഞാൻ അക്കടാശ്രേഷ്ഠ ചൊല്ലേണ്ടത് ചൊല്ലുന്നു. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്തത്ര വാർക്കേണമെന്നിയും സുജൈവ ഞാൻ. നേരത്തെ അതിനെ യോഗം വരുത്തിയിടു നീ ധീരത്തമില്ലിനെയും പുറത്തിയിടുവാൻ. പാദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതം ചെന്നു ചൊല്ലിയിടിന. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായി അരുൾ ചെയ്താൻ. വിജയെ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ട് പോൽ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ച് ദിവ്യാംബര ആഭരണാനു ദേവ്യാദി അലങ്കാരമണിയിച്ചു. ശില്പമായൊരു ശില്പിക നാലാരൂപേ മൽപുര ഭാഗേ വരുത്തുക സത്വരം. മരുതി തന്നോടുകൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ട് മുക്താംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു. തണ്ടിലെടുപ്പിച്ചുകൊണ്ട് ചെല്ലും നേരം ഉണ്ടായി ചമഞ്ഞിതിരു ഘോഷ നിശ്വനം. വാനരാവീരരും തിക്കിത്തിരക്കി ആ ജാനകി ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ. കൂട്ടമിറ്റങ്ങ് അണയുന്നത് കണ്ടോരു യാത്രികന്മാരാ ആട്ടി അകറ്റീനാം. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു. വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാനൊരാ ചെയ്തത് നിന്നോടിതെന്തടോ. ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനിയം തുള്ളത് പറഞ്ഞിരുന്നീ. മാതാവിനെ ചെന്ന് കാണുന്നത് പോലെ മൈഥിലിയെ ചെന്ന് കണ്ടാലുമേവരും വാദചാരേണ വരേണമെന്നന്തികെ. മേദിനി നന്ദിനിക്കും തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാ നിർമ്മിതമായൊരു മായാജനകചാരൂപം മനോഹരം കണ്ട് കോപം പൂണ്ട് വാദ്യവാദ്യങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിന. ലക്ഷ്മണനോട് മായാസീതയും സുജാ തക്ഷനെ ചൊല്ലിനാലേതുമേ വൈകാതെ. വിശ്വാസമാസുമാൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്ക ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ടു രഘുത്തമ സൗമുഖ്യഭാവമാലോക്യ സത്സംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ഡം തീർത്തു തീയും ജ്വലിപ്പിച്ചു. രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിന ഭൂമി സുധയും അന്നേരം പ്രസന്നയായി. ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം സ്വയം ബദ്ധാഞ്ജലിയോടും ദേവദിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും ബന്ധിച്ചു ചൊല്ലിന. ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിലും അതിന് നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ. സാക്ഷാൽ പരമാർത്ഥമെന്നറിയിക്ക നീ എന്ന് പറഞ്ഞുടൻ 3 വലം വെച്ചു. വന്യയിൽ ചാടിനാ കിഞ്ചിത് ഭയം വിനാ. ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടതു നിശ്ചലമായതു ലോകവും അന്നേരം. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഇന്ദ്രനും കാലനും വാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നര കിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണമുഖ്യകാ സിദ്ധസാധ്യന്മാരും നാരദാതുമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവേ ചുറ്റും നിറഞ്ഞതു രാമൻ തിരുവടി. നിന്നരുളും പ്രദേശത്തിങ്കല നേരം വന്നിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ടു സർവലോകത്തിനും കർത്താഭവാനല്ലോ സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ.
അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ. സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും ലോകത്തിനാദിയും മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനി ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായ അദ്വയനായ ഒരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായ മൂടിക്കിടപ്പവർ, നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിയിടുവോർ, നിന്നുടെ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാം രാവണൻ ഞങ്ങളുടെ പദമൊട്ടൊഴിയാതെ അടക്കിനാൻ ഹൃദയം, നഷ്ടനായാനവേ നിന്നു നിന്നാൽ ഇനി പുഷ്ടസൗഖ്യം വസിക്കാം തൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തുന്ന ശാന്തനെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ, വന്ദേ പദം പരമാനന്ദമദ്വയം, വന്ദേ പദമനുശേഷസ്തുതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്ര അവ്യയാമീശ്വരം, സർവഹൃദിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമത്ഭുതം, രത്നകിരീടം രവിപ്രഭം കാരുണ്യരത്നാകരം രഘുനാഥം രമാവരം. രാജരാജേന്ദ്രം രജനീശരാന്തകം രാജീവലോചനം രാവണനാശനം, മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം, മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം, യോഗിചിന്യം സദാ യോഗിഗമ്യം മഹായോഗവിധാനം പരിപൂർണമച്യുതം. രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ, ഇത്തം വിധാകൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചരുന്നേരം. ആശ്രയാശൻ ജഗദാശ്രയാബോധ്യാം ആശ്രിതവത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്ന ശൂവണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിൽ നിങ്കലാരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക, സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും. പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മുതാൽ പരിഗ്രഹിച്ചിടിനാൻ, പങ്കേരുഹാക്ഷനും ജാനകി ദേവിയെ സ്വാംഗേ സമാവേശ ശോഭിച്ചിലേറ്റവും. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്ര പ്രഭു ഭാഗ്യമാം ഭാഗ്യമാം, രാമഭദ്ര പ്രഭു ഭാഗ്യമാം ഭാഗ്യമാം. അങ്ങനെ രക്ഷിപ്പതിന് മറ്റൊരാൾ ഇങ്ങനെ കാരുണ്യ പീയൂഷവാരിതേ, നിന്തിരുനാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പൂജി മാനസേ. നിഞ്ചരിതാമൃതം ചൊൽവാനും അപ്പോഴവൻ ചെവി കൊണ്ട് കേൾപ്പാനും അനുദിനം, യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൊത്തേ ജനകാത്മജാവല്ലഭ. ശ്രീ മഹാദേവനും നിന്തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്ന തന്യോഗം, കൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നതെപ്പോഴും ആത്മശുദ്ധിക്കുമ ഉമാവല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടരുൾ ചെയ്തിതു രാഘവൻ, മൃത്യു ഭവിച്ച കവികുല വീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കുകയും വേണം. ഭക്വഫലങ്ങൾ പാപികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക, വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകണമെന്നു കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്നു കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങിയുണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും. ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തു തന്നേരം, നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനം അമർന്നു നിന്നെ കാണുവാൻ ചെന്നു വണങ്ങുകെന്നോട് കേട്ടത് മന്നവൻ സംഭ്രമം കൊണ്ട് വണങ്ങിനാൻ. വൈദേഹിദാനം സുമിത്രാതനേരം ആദരവോട് ജനകനെ വന്നിച്ചു, ജനകനെ ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു കാണാൻ. കൂടനായ ഒരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈത്രി തന്നെയും പ്രേമപൂർണ്ണം പുണർന്നാദരാമഗ്നായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ, എന്മകനായി പിറന്ന ഭഗവാനാണ് നിർമ്മലമൂർത്തിയെ ധരിച്ചതെന്നാകയാൽ ജന്മമരണാദിദുഃഖങ്ങൾ തീർന്നിതു. നിന്മഹാമായ മോഹിപ്പിക്കുക എന്നെയും കന്മഷനാശനാകാരുണ്യവാരിതേ താതവാക്യം കേട്ട രാമചന്ദ്രൻ തഥാമോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമരാവിനാൻ സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞയാ. സത്യലോകം ചെന്നു വിരിഞ്ചനും കാത്യായനി ദേവിയോട് മഹേശ്വരം പ്രത്യാരൂഢനായി എഴുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്രൻ യോഗേന പോയിതു രാമനാരദനാദി മഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരാളികളും
വായിക്കൂലേ? വായിക്കുന്നു. അവിടെ എല്ലാവരും തിരക്കുമില്ല. 2 ദിവസം വായിക്കണ്ടേ? അപ്പോഴൊക്കെ വേണ്ടേ? അത് ശരിയാണ്. തിങ്കളാഴ്ച വരെ വായിക്കണം. തിങ്കളാഴ്ച നാളെ കുറച്ച് വായിക്കും, മറ്റന്നാൾ കുറച്ച് നല്ലോണം വായിക്കാം, തിങ്കളാഴ്ച കുറച്ച്. സംക്രമം തിങ്കളാഴ്ച. സംക്രമം തിങ്കളാഴ്ച. അത് അന്ന് മറ്റേ അല്ല, മറ്റേ കലണ്ടറിൽ 31 അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെ. ഇന്നലെ നമ്മൾ ഇനി തീർക്കാൻ പാടില്ല. നമുക്ക് കൃഷ്ണകാലം വായിക്കണ്ടേ? സമയമുണ്ടെങ്കിൽ കുറച്ച്. നാളെ എനിക്കങ്ങ് പോകണം. എടാ ഏത് മയ്യിലോ ഏതോ ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട് സമ്പൂർണ്ണം വായിക്കാൻ. കുറച്ച് നേരം ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മ സമർപ്പിക്കുന്നു. നമ്മൾ ചെയ്യുന്നു. വായിച്ചോ. നാളെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ? നാളെ കുറച്ചേ കഴിയും. ദാസനാമെന്നെ കുറിച്ചു വാത്സല്യവും ഏതാനുമെങ്കിലും കൈവസന്തുഷ്ടനായി മംഗളദേവതയാകിയ സീതയാൽ മംഗള സ്നാനവും ആചരിച്ചിരുന്നു. മേടമായിരുന്നു ഇരുന്നു കഴിഞ്ഞു. നാളെ അങ്ങോട്ടിടുകയുമാം എന്നും വിഭീഷണൻ ചൊന്നതും കേട്ടുടൻ മന്നവൻ താനും മറ്റു ചെയ്തു. സോദരനായ ഭരതനയുദ്ധയിൽ ആദിയും പൂർണ്ണ സഹോദരൻ വന്നിടും. എന്നെയും പാർത്തിരിക്കുന്നു ഞാനവൻ തന്നോട് കൂടി ഒഴിഞ്ഞലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്ക എന്നുള്ളതില്ലതോ ചെന്നൊരു രാജ്യത്തിൽ വാഴുമെന്നുള്ളതും സ്നാനാസനാദികൾ ആചരിക്കുന്നതും അവനോടുകൂടിയേയാവിതു എന്നു 14 സംവത്സരം എന്നതിനുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാലവൻ വഴിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതു കൊണ്ടുണർന്നു ഞാനിക വന്നു സമയവും ഏറ്റമടുത്തതും ചെന്നുകൊള്ളുവാൻ പണിയുള്ളതിൽ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായ്മേ സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മക്കള വീരനെയൊക്കെ സാദരം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും. പ്രീതിയൊരു ചഞ്ചലമില്ലെങ്കിൽ എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും. കവീവരേനെ പൂജിച്ചാൽ കാനാസന സ്വർണ്ണ രത്നാംബരങ്ങളാൽ വാനരന്മാക്കലം ഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യക്കെഴുന്നള്ളുവാനിക പുഷ്പകമായ വിമാനവും ഉണ്ടല്ലോ. രാത്രിഞ്ചരാധിപൻ ഇത്തമുണർത്തിച്ച വാർത്തകേകാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനത പൗലസ്ത്യയാനവും വന്നു വന്നിച്ചിതു. ജാനകി ദേവിയോടും മനുജനോടും ചെന്നു മാനവ വീരൻ വിമാനവും ഏറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും രക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം മൂടലും ചെയ്താതരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃതമായിരു നിങ്ങളാൽ ശത്രുവും ഭയമിനി നിങ്ങൾക്ക് വകപ്പെടാം. മക്കള രാജാ സുഗ്രീവ മഹാമതി കിഷ്കിന്ധയിൽ ചെന്നു വാഴ്ക നീ സൗഖ്യമായി. ആശരാദിശ വിഭീഷണാലങ്കയിൽ ആശുപോയി വാഴ്ക നീയും ബന്ധുവർഗവും. കാകുസ്തനിത്തമരുൾ ചെയ്ത നേരത്തും വേഗത്തിൽ വന്നിച്ചവർകളും ചൊല്ലിനാർ ഞങ്ങളും കൂടി വിടകൊണ്ടയോധ്യയിൽ അങ്ങു കൗസല്യാദികളെയും വന്നിച്ചു. മംഗലമമ്മാർ അഭിഷേകവും കണ്ടു. തങ്ങൾക്കുള്ള വീടെ വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ ഉണ്ടത ഞങ്ങൾക്കു തീരു. ജഗൽ പ്രഭു ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. അങ്ങനെ തന്നെ നമുക്ക് അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്ന് വിമാനമേറിയിടുവാൻ സങ്കടമെന്നിയെ മിത്രവിയോഗം. സേനയാ സാർദ്ധം നിശാചരാരാജനും വാനരന്മാരും വിമാനമേറിയിടിന. സംസാരനാശാൻ അനുജ്ഞയാ പുഷ്പകം ഹംസ സമാനം സമുദ്വദിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനു ച പ്രിയ യുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ചിത് അമ്പരാന്തേ തഥാ. മിത്രബിംബം കടക്കേ തനദാസനം ഉത്തംഗസേമിനി വിന്യസ്യ സീതാം. ഭക്തവത്സരം നാലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സത്സേവിരേ സരസീരുഹലോചനേ. പശ്യാ ത്രികുടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിൽ അങ്ങ് ശോണിത കർദ്ദമാംസാസ്തി പൂർണ്ണം ഭയങ്കരം.
അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചത് എന്നസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്രേ മരിച്ചതു വല്ലഭേ. വൃത്താജിത്തും അധീകായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ. വീണു മരിച്ചതും പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവികൾ സേതുബന്ധിച്ചതും കാണടോ സാഗരെ ഹേതുബന്ധിച്ചത് സേതുബന്ധം മഹാദിത്തം പ്രിയേ പഞ്ചപാതകനാശനം ത്രൈലോക്യപൂരിതം കണ്ടാലും വിനാശനം കണ്ടാലും രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണം ചന്ദ്രവന്ദനെ ശരണമായി പ്രാപിച്ചു ഉത്തമനായ വിഭീഷണമല്ലവേ. പുഷ്കരനെ പുരോഭൂമി കാണിതോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരിയും സ്വത്വാമനോഹരം പട്ടുവാക്യം അപേക്ഷിച്ചു തന്നേരം താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. അയോധ്യാപുരിവാസിനാം ചേതസീഭാരമുണ്ടായി വരും നിർണയം. വാനര വീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. വിയോഗജ ദുഃഖം ഇന്നോളം ത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ആകൂടമപ്പോൾ അറിഞ്ഞു വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ കാണതു കണ്ടതു ചെയ്തു ബുദ്ധമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജ മാലിനിമാരെ വരുത്തുവിനേവരും. മർക്കട വീരരതു കേട്ടു മോദേന കിഷ്കിന്ധവും ചാന്തനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. മൃഗാധിപന്മാരും കരേറിനാർ. താരാമകളായ ജാനകി ദേവിയും ധാരാരും നദികളോടും മോദാന്വിതം. ഗാഠാലിംഗനം ഭൂതലനാദികൾ കൊണ്ട് സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി കൊണ്ടുവരുന്ന വിമാനവും വിജയികനായകൻ ജാനകിയുടെ പരമാനന്ദ സംയുതം പശ്യ മനോഹരേ ദേവി വിചിത്രമായ ദൃശ്യമുഖാചലം ഉത്തുംഗമെത്രയും പുത്രനെ കൊന്നതും മുക്താവി പഞ്ചുകൊൾശ്രമം ഭക്തിപുട്ടിന്ത്യവരാട്ടി പ്രതിജ്ഞാശ്രമത്തെയും ചിത്രകൂടാജലം പണ്ടു നാം നാമിടോ ഭരദ്വാജാശ്രമം കാണുമ്പോൾ ശുദ്ധീകരം നദിയതിലങ്ങേട്ടലി ഇങ്ങനെ ശൃംഗവേരം മുഴുവൻ വാഴുന്ന നാടിടോ. പിന്നെ സരയൂ നദി അതിനങ്ങേതു ധന്യമയോധ്യ നഗരം മനോഹരേ ചിത്തം പറഞ്ഞാച്ച് കാണോ വിമാനവും വന്ദിച്ചത് ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു. മുനീന്ദ്രനും രാമനും ചോദിച്ചപ്പോഴും അയോധ്യയിലാവയമേലും വന്നില്ലേ മുനിയും സഹോദരന്മാർക്കും ആചാര്യജനത്തിനും താപസശ്രേഷ്ഠനും ചെയ്തു നേരം താപാകുമാരന്മാരും തലമൂലവും ഭക്ഷിച്ചു ഭക്യ ജലാവൽക്കലാദികളും കൊണ്ട് സത്യസ്വരൂപനം നിന്നെയും പാർക്കുക സിംഹാസനെ പാർന്നുകൊണ്ടിരുന്നു ലോകം തിരിച്ചു കുടുംബാഞ്ജലിയും ചെയ്ത കർമ്മങ്ങളെല്ലാം സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കും അറിഞ്ഞിരിക്കുന്നത് ചെൽപ്പുരട്ട പ്രഭോ വൃത്താന്തം നോക്കി ഞാൻ ശ്രീരാകരണവും സൂര്യവസത്യവും യാതൊദാനന്മാരെയൊക്കെ യുദ്ധപ്രകാരവും ആടുവില്ലെന്നുടെ യുദ്ധപരാക്രമവും കണ്ടിടൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരികലുതാതൊരു വസ്തുനി സാക്ഷാൽ മഹാവിഷ്ണു നാരായണ പ്രദൻ മോക്ഷപ്രദൻ തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായ കനന്ദൻ ജഗൽ പ്രഭോ ഇതു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുദ്ധിയിലെടുത്ത നാൾ. കർണാമൃതമാമുനി വാക്കു കേട്ടുപോയി വർണ്ണശാലാമുഖം മുക്തിതു രാഘവൻ. പൂജിതനായി ബാഹുഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിരിനാൻ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ രാവണ
ശ്രീരാമമാരുതി രമതാം രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. നാളെ അഖണ്ഡ രാമായണം സമ്പൂർണ്ണ രാമായണവുമാണ് കല്ലാക്ഷേത്രത്തിലെ ഉത്തരവ്. ഓം തത്ത്. വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാൻ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യന്റെ വിഷ്ണു ഭുജംഗ പ്രയാഗം. ഓം തത്ത്. വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം